സിനിമകളുടെ രണ്ടാം ഭാഗങ്ങൾ പലതരത്തിലുണ്ടാകാറുണ്ട്. അവയെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുമുണ്ട്. രണ്ടാം ഭാഗങ്ങളിലെ ചില കൗതുകങ്ങളെക്കുറിച്ചും മലയാള സിനിമയുടെ ചരിത്രകാലം മുതലുള്ള രണ്ടാം ഭാഗ സിനിമകളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ഫേമസ് ആയ സീരീസായ ബ്രേക്കിംഗ് ബാഡിന്റെ രണ്ടാം ഭാഗമായി എൽ കാമിനോ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു സിനിമയായിട്ടാണ് വന്നത്. അതായത് ഒരു സീരീസിന്റെ രണ്ടാം ഭാഗം സിനിമയായി വരുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അത് ആദ്യമായി വന്നത് മലയാളത്തിലാണ്. അതും 1990-കളിൽ. ലോറൻസിന് 38 മീൻ ബോട്ട് എണ്ണി അങ്ങാട് കൊടുത്തിട്ട് 1993-ൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത സീരിയലായിരുന്നു മിഖായലിന്റെ സന്തതികൾ. ജോസ് പ്രകാശ്, NF വർഗീസ്, ബിജു മേനോൻ തുടങ്ങിയവരെല്ലാം തന്നെ ആ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. നീ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായില്ല. അപ്പ അവര് തീരെ ഇണങ്ങൂല. PF മാത്യൂസ് എഴുതിയ ആ സീരിയൽ സംവിധാനം ചെയ്തത് ജൂഡ് അട്ടിപ്പേറ്റിയാണ്. ആ വർഷത്തെ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഡയറക്ടർ എന്നീ അവാർഡുകൾ ഈ സീരിയലിന് ലഭിച്ചു. അപ്പന് സ്വത്തുണ്ടാകുന്നതും അതുപോലെ തന്നെ കടിപിടി കൂടുന്നതും സ്വാഭാവികമായിട്ട് വരും. എനിക്കതാണ് ഭയം. അലോഷി എന്നൊരു കഥാപാത്രത്തെയാണ് ബിജു മേനോൻ ആ സീരിയൽ അവതരിപ്പിച്ചത്. മിഖായൽ എന്ന കഥാപാത്രം മരിക്കുന്നതും അവരുടെ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമാണ് ഈ സീരിയലിൽ പറയുന്നത്. 1994-ൽ ബിജു മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കി PF മാത്യൂസ് എഴുതി ജൂഡ് അട്ടിപ്പേട്ടി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് പുത്രൻ. അവരുടെ മിഖായലിന്റെ സന്തതികൾ എന്ന സീരിയലിന്റെ രണ്ടാം ഭാഗമായിരുന്നു ഈ ഒരു സിനിമ. ബിജു മേനോൻ ആദ്യമായി നായകനായി അഭിനയിച്ചതും ഈ സിനിമയിലാണ്. എന്റെ പിതാവായ മിഖേലിനെ മരണം വന്ന് വിളിച്ചു. ഞാനൊഴികെ എല്ലാവരും. സിനിമ തുടങ്ങും മുമ്പ് പഴയ സീരിയലിന്റെ കഥ ഒരു റീക്യാപ്പ് പോലെ കാണിക്കുന്നുണ്ട്. സീരിയലിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചവരല്ല സിനിമയിൽ അവതരിപ്പിക്കുന്നത്. കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടീനടന്മാരെ ചിലരെ മാറ്റിയിട്ടുണ്ട്. സീരിയലിന്റെ പഴയ രംഗങ്ങൾ കാണിക്കുന്നതിനിടയിൽ തന്നെ പുതുതായി വന്ന നടീനടന്മാരുടെ രംഗങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ സമയത്താണ് എന്റെ സ്നേഹിതയായ ലേഖ ഡൽഹിയിൽ നിന്നെത്തിയത്. ഒരു ദിവസം ഞാൻ സത്യം പറഞ്ഞു, അപ്പന്റെ മരണം കൊലപാതകമാണെന്ന്. പ്രധാനപ്പെട്ട ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നത് സീരിയൽ അവതരിപ്പിച്ചവർ തന്നെയാണ്. നമ്മുടെ അപ്പം ബിസിനസ് നടത്തിയ വകയില് കുറച്ച് കടമുണ്ട്. മിഖായൽ മരിക്കും മുമ്പ് വരുത്തിവെച്ച കടങ്ങളും കുടുംബത്തിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരു സീരിയലിന്റെ രണ്ടാം ഭാഗം സിനിമയായതുപോലെ നേരെ തിരിച്ച് സിനിമയുടെ രണ്ടാം ഭാഗം സീരിയലാക്കിയിട്ടുണ്ടോ? അതുമുണ്ട് മലയാളത്തിൽ. 1993-ൽ ഡെന്നീസ് ജോസഫ് എഴുതി സിബി മലയാൾ സംവിധാനം ചെയ്ത ആകാശദൂത്. മാധവി, മുരളി എന്നിവരായിരുന്നു മലയാളികളെ ഒന്നടങ്കം കരയിപ്പിച്ച ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ആനിയുടെയും ജോണിയുടെയും മക്കളുടെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. രോഗം വന്ന് മരിക്കും മുമ്പ് മക്കളെ സേഫാക്കാൻ നോക്കുന്ന ഒരു അമ്മയുടെ കഥ. സിനിമയുടെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട് മക്കൾ പലയിടത്തായിട്ടാണ് വളരുന്നത്. ഈ ഒരു സിനിമയുടെ തുടർച്ചയായിട്ടാണ് സൂര്യ TV-യിൽ അതേ പേരിൽ തന്നെ സീരിയൽ വന്നത്. 2011 മുതൽ 2013 വരെ 501 എപ്പിസോഡുകളാണ് ആ സീരിയലിൽ ഉണ്ടായത്. സിനിമയിലെ സംഭവങ്ങൾ നടന്നതിന് 16 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് സീരിയലിൽ പറയുന്നത്. ഈ സീരിയലിൽ പലയിടത്തായി ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ പഴയ സിനിമയിലെ രംഗങ്ങൾ കാണിക്കുന്നുമുണ്ട്. ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കും മുമ്പ് ആനി ഞങ്ങൾക്ക് തന്നത് നിനക്കന്ന് 2 വയസ്സായിരുന്നു. പലയിടത്തായുള്ള മക്കളുടെ കഥയാണ് സീരിയലിൽ പറയുന്നത്. സിനിമയിലെ പല കഥാപാത്രങ്ങളെയും സീരിയലിൽ മറ്റു ചിലരാണ് അവതരിപ്പിച്ചത്. ഡോക്ടർ ഡേവിഡും ഭാര്യ മിനിയുമായി സിനിമയിൽ അഭിനയിച്ചത് സുബൈറും സുവർണ മാത്യുവുമാണ്. ഡോക്ടർ ഡേവിഡ്, ഇത് വൈഫാണ് മിനി. എന്നാൽ സീരിയലിൽ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് രാജേഷ് ഹെബ്ബാറും മഞ്ജു സതീഷുമാണ്. സിനിമയിൽ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും ഫ്ലാഷ് ബാക്ക് രംഗം പോലെ സീരിയലിൽ കാണിക്കുന്നുണ്ട്. ഈ രംഗത്തെല്ലാം തന്നെ ജോണിയുടെ കല്ലറയിൽ മരിച്ച ഡേറ്റ് വ്യക്തമായി കാണിക്കുന്നുണ്ട്. 17/9/92 എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ സീരിയലിൽ ഇതേ കല്ലറ കാണിക്കുന്നുണ്ട്, പക്ഷേ ഡേറ്റ് വേറെയാണ്. 7/9/93 അത് മാറിയിരിക്കുന്നു. ഒരു സിനിമയുടെ രണ്ടാം ഭാഗമായി ഒരു നോവൽ വന്നാലോ? അത്തരത്തിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1986-ൽ P. പത്മരാജൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അതേ വർഷം KK സുധാകരൻ എഴുതിയ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിന്റെ സിനിമ അഡാപ്റ്റേഷനാണ് ഈ ചിത്രം. പത്മരാജൻ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത് നോവലിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ്. ടാങ്കർ ലോറി ഡ്രൈവറായ ജോണിയുടെയും സോഫിയുടെയും കഥയാണ് നോവലിൽ പറയുന്നത്. സിനിമയിൽ മുന്തിരിത്തോപ്പുകളുടെ ഉടമയായ സോളമന്റെയും സോഫിയുടെയും കഥയാണ്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. പത്മരാജന് വരുത്തിയ മാറ്റങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം KK സുധാകരൻ എഴുതിയിട്ടുണ്ട്. 2024-ൽ വനിതയിലൂടെയും പിന്നീട് ഇപ്പോൾ പബ്ലിഷ്ഡ് ബുക്കായിക്കൊണ്ടും ആ നോവൽ ലഭ്യമാണ്. സോളമന്റെ സോഫിയ എന്ന പേരിലും മുന്തിരിത്തോപ്പിലെ സോഫിയ എന്ന പേരിലും എല്ലാം തന്നെ ആ നോവൽ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്.
സോളമന്റെയും സോഫിയുടെയും ബാക്കിയുള്ള ജീവിതകഥയാണ് ആ ഒരു നോവലിൽ പറയുന്നത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളുടെ ഒരു റീബൂട്ട് വേർഷൻ പോലെ ഒരു സീരിയലും സൂര്യ ടി.വിയിൽ വന്നിരുന്നു. ഞാൻ എന്റെ പ്രേമം സോഫിക്ക് തരും. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം വന്നാലോ? അത്തരത്തിലൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1966 SL പുരം സദാനന്ദൻ എഴുതി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് മധു, സത്യൻ, ഷീല തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രം. തകഴി ശിവശങ്കര പിള്ളയുടെ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം. കറുത്തമ്മ, പരീക്കുട്ടി, പളനി, ചെമ്പൻകുഞ്ഞ്, പഞ്ചമി തുടങ്ങിയ ഈ ഒരു നോവലിലെ കഥാപാത്രങ്ങളെ മലയാളികൾക്ക് ഏറെ പരിചിതമാണ്. ചെമ്മീന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു? മലയാളത്തിൽ 2 സിനിമകൾ വന്നിട്ടുണ്ട്. 1998 വൈശ്യ വച്ചസ് എഴുതി അനിൽ ആദിത്യൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ തിരകൾക്കപ്പുറം എന്ന സിനിമ. മഞ്ജു വാര്യർ, സുരേഷ് ഗോപി എന്നിവരായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മറ്റൊരു സിനിമ 2015 റിലീസായ ഉത്തര ചെമ്മീനാണ്. ബിയോൺ, അൻസിബ എന്നിവരായിരുന്നു ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കറുത്തമ്മക്കും പളനിക്കും ജനിച്ച കുട്ടിയുടെ കഥയാണ് 2 സിനിമയിലും പറയുന്നത്. ആ ഒരു കുട്ടി പെൺകുട്ടിയാണെന്ന് ചെമ്മീൻ സിനിമയിൽ പറയുന്നുണ്ട്. തിരകൾക്കപ്പുറം സിനിമയിൽ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മഞ്ജു വാര്യറാണ്. സീതമ്മ എന്നാണ് ആ മകൾക്ക് പേര് നൽകിയത്. വായാടി സീതേച്ചിയാ. എന്താ അമ്മയുടെ പേര്? കർത്തമ്മാന്ന്. വെളുവെളുത്ത തടിച്ചുരുണ്ട സുന്ദരി കർത്തമ്മ. ഉത്തര ചെമ്മീനിൽ ആ ഒരു കുട്ടി ആൺകുട്ടിയാണ്. അഴകപ്പൻ എന്നാണ് ആ കുട്ടിക്ക് പേര് നൽകിയത്. ബിയോൺ ആണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും. കറുത്തമ്മയുടെ കുട്ടിയെ വളർത്തുന്നത് അനിയത്തിയായ പഞ്ചമിയാണ്. തിരകൾക്കപ്പുറത്തിൽ മിനി നായരാണ് പഞ്ചമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്റെ കണ്ണീര് കാണാൻ എനിക്ക് കഴിയൂലേ പഞ്ചമിയെ. പഞ്ചമിയുടെ ഭർത്താവായി മുരളി അവതരിപ്പിച്ച മൂത്തോരു എന്നൊരു കഥാപാത്രവുമുണ്ട്. ഉത്തര ചെമ്മീനിൽ ഗീതാ വിജയനാണ് പഞ്ചമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പഞ്ചമി ഒറ്റക്കാണ് കുട്ടിയെ വളർത്തുന്നത്. ഇത് കേൾക്കുമ്പോ അത് ഞാൻ ചോദിക്കും, പഞ്ചമി പെണ്ണെ. 2 സിനിമകളിലും ചെമ്പൻ കുഞ്ഞിന്റെ റെഫറൻസുകൾ കാണിക്കുന്നു. എന്റെ തന്ത ചെമ്പൻ കുഞ്ഞുവലക്കാരൻ കണ്ടവന്റെ കായ് കൊണ്ട് വള്ളവും വലിയും മേടിച്ച. തിരകൾക്കപ്പുറത്ത് ഡയലോഗിലൂടെ മാത്രമാണെങ്കിൽ ഉത്തര ചെമ്മീനിൽ ചെമ്പൻ കുഞ്ഞിനെ കാണിക്കുന്നത് തന്നെയുണ്ട്. ഉത്തര ചെമ്മീനിൽ പരീക്കുട്ടിയുടെ സഹോദരനായ ഹംസക്കുട്ടിയായും മധു അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെയൊക്കെ കൊച്ചുമുതലാളി പരീക്കുട്ടിയുടെ സഹോദരനാ ഞാൻ, ഹംസക്കുട്ടി. ചെമ്മീന്റെ സീക്വൽസ് ആണെങ്കിലും ഈ 2 സിനിമകളും ഒഫീഷ്യൽ സീക്വലുകളല്ല. ഉത്തര ചെമ്മീൻ സിനിമ തുടങ്ങുമ്പോൾ ആദ്യത്തിൽ തന്നെ ചെമ്മീൻ സിനിമയിലെ എല്ലാ രംഗങ്ങളും കാണിക്കുന്നുണ്ട്. തിരകൾക്കപ്പുറം സിനിമ തുടങ്ങുന്നത് തകഴിയെ കാണിച്ചുകൊണ്ടാണ്. ചെമ്മീൻ ക്ലൈമാക്സിന് ശേഷം കറുത്തമ്മയുടെ കുട്ടിയെ പഞ്ചമി എടുക്കുന്ന ഒരു രംഗവും കാണിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ സീക്വൽ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇത്തരത്തിലുള്ള സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.